ഹായ് ഫ്രണ്ട്സ്, എമിലിൻ റോസ് ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്ലെയിൻ ബ്ലാക്ക് കുർത്തയിൽ ഒറ്റ സ്റ്റിച്ച് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. തുടക്കക്കാർക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. അതിന് ബീഡ്സ് വർക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വർക്ക് ചെയ്യാനായിട്ട് ഹാഫ് ബീഡ്സിൻ്റെ ഗോൾഡൻ മുത്തും പിന്നെ മജന്ത കളറിലെ എംബ്രോയ്ഡറി നൂലും പിന്നെ നമുക്ക് ഈ ഗോൾഡൻ മുത്ത് കോർക്കാനായിട്ടുള്ള ബ്ലാക്ക് കളറിലെ നോർമൽ ത്രെഡും സൂചിയാണ് എടുത്തിരിക്കുന്നത്. നെക്ക് ഡിസൈൻ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെക്കിൻ്റെ ഇവിടെയായിട്ട് നമ്മൾ സൂചി അടിയിൽ നിന്ന് വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗോൾഡൻ ഹാഫ് ബീഡ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തുന്നിക്കൊടുക്കുക. തുന്നി കൊടുക്കുമ്പോൾ 2 പ്രാവശ്യം തുന്നി കൊടുക്കണതാണ് ഞാൻ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ വീണ്ടും ദേ ഇവിടെ ഈ ഹാഫ് ബീഡ്സ് വീണ്ടും ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇതുപോലെ നമ്മൾ മൊത്തം ഈ ഒരു നെക്കിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ മൊത്തം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടിൻ്റെ മുത്തിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് താഴെയായിട്ട് ഈ ഒരു ഗോൾഡൻ മുത്തേ ഇവിടെ ഇങ്ങനെ നമ്മൾ കുത്തി കൊടുക്കുക. ഇനി ഈ മുത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലേസി ഡേസി വർക്ക് ചെയ്യാൻ പോണത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് ഇവിടെയായിട്ട് നമ്മൾ ഇവിടെയും ആ ഒരു ഗോൾഡൻ മുത്ത് നമ്മൾ തുന്നി കൊടുക്കുകയാണ്. രണ്ട് ലെയറായിട്ട് ഗോൾഡൻ ബീഡ്സ് ഞാനിപ്പോൾ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രണ്ടാമത്തെ ഈ ഒരു ലെയറിൽ ലേസി ഡേസി വർക്ക് ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ ലെയറിൽ നിന്ന് ഞാൻ അടിയിൽ നിന്ന് ഞാൻ സൂചി ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. 6 ക്യാൻസിലാണ് ഞാൻ നൂലെടുത്തിരിക്കുന്നത്. ഇങ്ങനെ വലിച്ചെടുത്ത ശേഷം ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് തന്നെ ഇത് ഇത്രയും ലെങ്ത്തിൽ ഇങ്ങനെ സൂചി ഇങ്ങനെ കുത്തി വയ്ക്കാം. എന്നിട്ട് ഈ നൂല് ഈ സൂചിയുടെ ബാക്കിലോട്ട് ഇത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് സൂചി ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ടൊന്ന് വലിക്കുക. എന്നിട്ട് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് സൂചി വീണ്ടും താഴേക്ക് നമ്മൾ ഇറക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ ഇതുപോലെ ഇവിടെ ഇനി കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ സൂചി ഇങ്ങനെ മേളിൽ നിന്ന് വലിച്ചെടുക്കുക. വീണ്ടും തൊട്ടടുത്തായിട്ട് ഈ എടുത്ത ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ അത്രയും തന്നെ എടുക്കണം. സൂചിയുടെ ലെങ്ത്ത് ഇത് ഇങ്ങനെ കുത്തി വയ്ക്കാം. എന്നിട്ട് ഈ നൂല് ബാക്കിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് സൂചി ഇത് ഇങ്ങനെ വലിക്കാം. വളരെ സിമ്പിളാണ് ഈ വർക്ക് ചെയ്യാനായിട്ട്. തുടക്കക്കാർക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള വർക്കാണിത്. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് താഴേക്ക് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇറക്കി കൊടുക്കുക സൂചി. വീണ്ടും ഇതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും സൂചി ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഈ ഡിസൈൻ തന്നെ ഈ ഇതളായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ്.
ഇതുപോലെ നമ്മൾ ഇവിടെ മൊത്തമായിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ ലെയർ മൊത്തം ഈ ഒരു ലേസി ഡേയ്സ് വർക്ക് മൊത്തം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്ലവറുകൾ മൊത്തം ഈ രണ്ടാമത്തെ ലെയർ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം അടുത്ത ലെയർ വരുന്നത് നമ്മൾ ഈ ആദ്യം ഈ ചെയ്ത പോലെ തന്നെ ഇവിടെയും വീണ്ടും ഈ ഒരു ലെയർ വരും. വീണ്ടും രണ്ടാമത്തെ ലെയറിൽ ഫ്ലവർ വരും. അടുത്തതും ഈ ബീഡ്സ് മാത്രമായിട്ട് വരും. പിന്നെ വരുന്നത് ഈ ഫ്ലവർ വീണ്ടും വരും. അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഈ രണ്ട് ലെയറുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ പോകുന്ന അടുത്ത ലൈൻ വരുന്നത് ഈ രണ്ടിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഈ ആദ്യം ചെയ്ത ഈ ബീഡ്സ് വർക്കുകളില്ലേ, ആ ബീഡ്സ് നമ്മൾ ഇവിടെ വീണ്ടും നമ്മൾ തുന്നിക്കൊടുക്കാൻ പോവാണ്. മൂന്നാമത്തെ ലെയറിൽ മൊത്തം നമ്മൾ ഈ ഒരു ബീഡ്സ് വർക്കാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ലെയറും ഇങ്ങനെ തുന്നിക്കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ ലെയർ വരുന്നത് ഇനി ഈ ഒരു ഫ്ലവറുകളാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ മുത്തൻ്റെ സെൻറ്ററിലായിട്ട് വേണം ഇനി ഈ ഒരു ഫ്ലവർ നമ്മളിനി ചെയ്യാൻ പോകണം. അപ്പോൾ അതിനായിട്ട് സെൻറ്ററിലായിട്ട് ഈ സെൻറ്ററിൽ വന്നിരിക്കുന്ന ഈ ഗോൾഡ് മുത്തേനെ നമ്മൾ വീണ്ടും ഇവിടെ ഇങ്ങനെ തുന്നിക്കൊടുക്കുക. എന്നിട്ടാണ് അതുമേയായിട്ട് നമ്മൾ ലേസി ഡേസി ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ഓരോ ലെയറായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.